ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ അടിപൊളി ഫിഷ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുവാണ്. ഞങ്ങളങ്ങനെ കൊതിമുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് കഴിക്കാൻ തുടങ്ങാം. ഓക്കെ, തുടങ്ങാം. ലെറ്റ് us സ്റ്റാർട്ട്. ഓക്കെ, പിടിക്കോ. സൂപ്പർ അല്ല? സത്യം പറഞ്ഞാൽ ദം ബിരിയാണി ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഫിഷ് ദം ബിരിയാണി ആദ്യം ഉണ്ടാക്കിയത് കിട്ടുമായിരുന്നു. ഫിഷ് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കാറ്. ദമ്മടിക്കാറില്ല. ദമ്മടിച്ചപ്പോഴാണ് അതിൻ്റെ സെറ്റപ്പ്. പൊളിയല്ലേ, നല്ല ടേസ്റ്റ്. ശരിക്കും ആ ചിക്കൻ ബിരിയാണിയൊക്കെ ദം ബിരിയാണി കഴിക്കുന്നതിൻ്റെ അതേ ഫീല്. സൂപ്പറാണ്, നല്ല അസൽ ടേസ്റ്റ്. അമ്മച്ചോണ്ട് പറഞ്ഞല്ല കേട്ടോ, സംഭവം ശരിക്കും ടേസ്റ്റാ അല്ലേ? വേറെ എസൻസ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ കുത്തലൊന്നുമില്ല. റോസ് വാട്ടർ ഇത്തിരി വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു ടേസ്റ്റിങ് നിൽക്കുമ്പോൾ നല്ല സുഖമുണ്ടാവും. ഫിഷ് ആണെങ്കിലും നല്ല രസമുണ്ടല്ലേ? അധികം മുള്ളൊന്നും ഇല്ലാത്ത മീൻ തന്നെ. രസമുണ്ട് അല്ലേ? ഇഷ്ടം ഉള്ളിലാണ് കഴിക്കാം. ദൈവം വേഗം കഴിച്ചോട്ടാ, തീർന്നിട്ട് പറഞ്ഞതല്ല. ഈ മീൻ്റെ ഉള്ളിലത്തെ സെൻട്രൽ മുള്ളുള്ളൂ, പക്ഷെ ആ മുള്ള് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. എൻ്റെ അമ്മോ, അത് ഇത്തിരി ഞാൻ പെട്ടുപോയി. സ്പെഷ്യൽ കട്ടറൊക്കെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. സാധാരണ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മേടിക്കാമെന്ന് പറയുന്നത്. ഇത് നമുക്ക് നല്ല തിരക്കായിരുന്നു അവിടെ, അതിനുവേണ്ടി നിന്നില്ല. അവിടെ എന്ന് പറയുമ്പോൾ മീൻ മേടിച്ചവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു പണി ചെയ്യും നിങ്ങൾ, ഞാൻ എവിടെ നിന്നാണ് മീൻ മേടിച്ചതെന്നും ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ആദ്യം ഒന്ന് കാണാം. നേരെ പോയി അതൊന്ന് കണ്ടിട്ടോ. അപ്പോഴത്തേക്കും ഞങ്ങളിതൊന്ന് ലെവലാക്കിയേക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അച്ഛന്മാർ നമ്മുടെ വരാപ്പുഴ ചെട്ടിഭാഗം മീൻ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് നെയ്മീൻ മേടിക്കാൻ വേണ്ടിയാണ് പോയത്. അതിപ്പോൾ ഒരു മീനായിട്ട് കിട്ടുമ്പോൾ 12,000 രൂപ വില വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മീനാണ് വാങ്ങിച്ചത്. ഇത് നമ്മുടെ ഇത് വറ്റയാണ്, വലിയ വറ്റയാണ്. അപ്പോൾ ഇത് ഒരു 650 രൂപയുടെ ഒരു മീനാണിത്. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് നേരെ വീട്ടിൽ കൊണ്ടു. അവിടെ ഭയങ്കര തിരക്കായതാണ്, അവിടെ നിന്ന് വെട്ടാനൊന്നും നിന്നില്ല. നേരെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ തന്നെ ആണ് ഇത് വെട്ടിയത്. അപ്പോൾ ഇത് കണ്ടത്, ഇത് വെട്ടാനായിട്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. പീസാക്കാനായിട്ട് സ്പെഷ്യൽ ടൂൾസൊക്കെ വെച്ചിട്ടാണ് ഞാൻ പീസാക്കിയത്. അപ്പോൾ നമുക്ക് മസാല ആദ്യം, മീനിനുള്ള മസാല ആദ്യം മിക്സ് ചെയ്യാം. ഇത്തിരി കാശ്മീരി മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയാണത് കുറച്ചിടുക. അതുകൊണ്ട് ഗരം മസാലയാണ്, കുറച്ച് ഗരം മസാല ഇടുക. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചി കൂടി പേസ്റ്റാക്കി വെച്ചേക്കുന്നതാണത്. അപ്പോൾ അതും കുറച്ച് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക.
ഇത്തിരി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞിട്ട് നരിച്ച് കയ്യിലിട്ടിട്ട് നരിച്ച് ഇതേമാതിരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടി ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് പരുവത്തിലാക്കിയതിന് ശേഷം നമുക്ക് മീനിട്ടിട്ട് എല്ലാത്തിലോട്ടും ശരിക്കും അങ്ങോട്ട് പിടിപ്പിക്കാം. കുറച്ച് നേരം ഒന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് മിക്സിങ് കിട്ടുള്ളൂ. ഇനി മീനിൻ്റെ എല്ലാ ഭാഗത്തും ശരിക്കും അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. നമുക്ക് ആദ്യം ശരിക്കും തേച്ച് പിടിപ്പിച്ച് എല്ലാത്തിനും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് ഒരു ഫ്രിഡ്ജിലോട്ടൊന്ന് കയറ്റി വയ്ക്കാം. നമുക്കൊരു അരമണിക്കൂർ 15 മിനിറ്റ് ഇരുന്നാൽ മതി. ആ ഫ്രിഡ്ജിലിരുന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇതെല്ലാം ഞാൻ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്റ്റവ് കത്തിക്കാം. എന്നിട്ട് ഒരു ചീനിച്ചട്ടി വയ്ക്കാം. അപ്പോൾ നമുക്കൊരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആദ്യം ആ കാഷ്നട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ കാഷ്നട്ട് ആദ്യം ഇടുക. കാഷ്നട്ട് അധികം ഇതാവരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അധികം തീയിൽ വയ്ക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നോക്കി നിന്നിട്ട് തന്നെ എടുക്കണം. ഒരുപാട് ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ കോരി എടുക്കുക. ഒരു ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോഴത്തേക്കും തന്നെ കോരി എടുക്കുക. കിസ്മസ് ആണെങ്കിൽ അതിലും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട കേസാണ്, അതായത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് തന്നെ എടുത്ത് മാറ്റിയിടുക. ഇടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോരി മാറ്റാം ആദ്യം. ഇനി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സവാള അരിഞ്ഞ് വെച്ചാണ് സവാളയിൽ നിന്ന് കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ഇതാക്കി എടുക്കുക. ഒന്ന് ശരിക്കും മരിച്ചെടുക്കുക ആദ്യം. അപ്പോൾ അതുകൊണ്ട് മരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഗാർണിഷിങ്ങിൻ്റെ പരിപാടികൾ ഇറങ്ങുന്നത് സെറ്റാവും. ഇത്തിരി ഉപ്പിട്ടിടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴിച്ച് കിട്ടാൻ സൗകര്യമായിരിക്കും. അപ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ട് ശരിക്കും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ബ്രൗണിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഒരുമാതിരി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പയ്യെ കോരി മാറ്റി മറ്റേ ക്രിസ്മസിൻ്റെ ഒക്കെ കാഷ്നട്ടൊക്കെ ഇട്ടേക്കണതിലോട്ട് മാറ്റി വയ്ക്കാം കോരിയിട്ട്. ഇനി അത് വേറൊരു ഫ്രൈയിങ് പാനിലോട്ട് ആ എണ്ണ നെയ്യും കൂടിയുള്ള എണ്ണ അതിലോട്ട് ഇട്ടിട്ട് ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് നമുക്ക് ആ മീനൊന്ന് വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ടിട്ട് 2-3 സെക്ഷനായിട്ട് വറുത്തെടുക്കാനേ പറ്റുള്ളൂ. ഒറ്റയടിക്ക് എല്ലാം കൂടി കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു 2-3 സെക്ഷനായിട്ട് വറുത്ത് കോരാം. അപ്പോൾ ഏറെക്കുറെ മീനുകളെല്ലാം ഞാൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി പൊട്ടാണ്ട് സൂക്ഷിച്ച് ചെയ്യണം. ഇത് വലിയ കുഴപ്പമില്ലാത്ത മീനാണ്, അപ്പോൾ അധികം പൊട്ടില്ല. ഇനി നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്കിതിരി സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ബാക്കിയുള്ള സവാളയിലൊരു കുറേ മുക്കാൽ ഭാഗം ഇടും. കുറച്ച് സവാള മാറ്റി വെച്ചേക്കാം. നമുക്ക് ചോറുണ്ടാക്കുമ്പോൾ അതിലിടാനായിട്ട് കുറച്ച് സവാള വേണ്ടി വരും. എന്നിട്ട് ബാക്കിയുള്ള സവാളകൾ മൊത്തം അതിലിട്ടിട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇടുക. ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇത്തിരി വഴറ്റാം. ഒരുമാതിരി വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ബാക്കി മസാലകളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് 2-3 പച്ചമുളകും പിന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ചെടുത്തേക്കുന്ന മിക്സാണ്. അപ്പോൾ അതും ഇടുക. എന്നിട്ട് അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ഇടുക. നല്ല കളർ ഇടണമെങ്കിൽ കാശ്മീരി മുളക് പൊടി തന്നെ ഇടണം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇത്തിരി കുരുമുളക് പൊടി, അതുകൂടാണ്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ശരിക്ക് മിക്സ് ചെയ്യുക. ഇളക്കി ശരിക്കും മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം അതിങ്ങനെ ശരിക്കൊന്ന് ഒരുമാതിരി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഇട്ട് കൊടുക്കാൻ നല്ലതാണ്. ശരിക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ അരി ഒരളവ് പാത്രത്തിലായിട്ട് ആദ്യം ഇടുക. 1.5 കിലോ അരിയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ ഇട്ടേക്കണം. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്ന് ഒന്ന് കുതിർന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് സൗകര്യമായിരിക്കും. അപ്പോൾ നമ്മുടെ സവാളയിലോട്ട് ഇനി വഴഞ്ഞുകൊണ്ടിരിക്കുന്ന സവാളയിലോട്ട് ഇത്തിരി ഒരു തക്കാളിയാണ് അരിഞ്ഞിട്ടേക്കണതാണ്. അപ്പോൾ അത് ഒന്നിട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, അധികം ഒന്നും ഇടണ്ട. അതിങ്ങനെ കൈ വെച്ച് ഇങ്ങനെ പിച്ചിങ്ങനെ എടുത്ത് ഇട്ടാൽ മതി. ഇത്തിരി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. മല്ലിയില, പുതിനയില, കരിവേപ്പില.
അപ്പോൾ അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ശരിക്കും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇറക്കി വാങ്ങി വയ്ക്കാം നമുക്കത്. അടി പിടിക്കാണ്ട് സൂക്ഷിക്കണം. ഇത് ചെറുതായിട്ടൊന്ന് അടിയിലൊന്നും ഇതായിട്ടുണ്ട്, അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യണം. അടി മാത്രമൊന്നും ഇതായിരുന്നുള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനി നമ്മൾ വേറെ പാത്രത്തിലോട്ട് ഒരു നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ സവാള, ബാക്കിയുള്ള സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് അധികം വഴറ്റൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോഴത്തേക്കും തന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള മിക്സ് ഉണ്ടല്ലോ അതെല്ലാം, ആ ഇല, സർവ്വസുഗന്ധി ഇല, പിന്നെ കുരുമുളക്, ഗ്രാമ്പു അതെല്ലാം ഇടുക, കുറച്ച് ജീരകം, അതെല്ലാം കിറ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആവശ്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന അളവ് പാത്രത്തിൻ്റെ അരിയുടെ 2 ഇരട്ടി വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആ എടുത്തേക്കുന്ന അരി എന്തോരണോ അതിൻ്റെ ആ പാത്രത്തിൽ തന്നെ അതിൽ അത്ര അളവിൽ തന്നെ 2 അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 2 അളവ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് തിളക്കാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഈ അരി എടുത്ത് വെച്ചേക്കുന്ന അരി വേറെ പാത്രത്തിലിട്ടിട്ട് അതൊന്ന് കഴുകിയെടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് കഴുകുക. അപ്പോൾ അതിൻ്റെ ഇത്തിരി വെള്ള കളറും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിക്കോളും. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴുകി വെച്ചേക്കുന്ന അരി ഇനി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ആ പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടൊരു 10-15 മിനിറ്റ് എങ്കിലും വേണ്ടി വരും. ഇടയ്ക്കും തുറന്ന് നോക്കണം, വെള്ളം വറ്റി ഇതായി പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പോൾ ഏറെക്കുറെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ആ വെള്ളം പയ്യെ വറ്റി വരുമ്പോഴത്തേക്കും അരി വെന്ത് കറക്റ്റായിട്ട് സെറ്റായി വരും. ഒരു നാരങ്ങയുടെ മുറി വേണമെങ്കിൽ ഒഴിക്കാം, ഞാൻ ഒഴിക്കാറില്ല. വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം ഇത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ വെന്ത് പോകും. അപ്പോൾ അങ്ങനെ വെന്ത് പോകാതിരിക്കണമെങ്കിൽ ഒരു നാരങ്ങ മുറി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കറക്റ്റ് അളവാണെന്നുണ്ടെങ്കിൽ വെന്ത് പോകില്ല എന്തായാലും. അപ്പോൾ ഇനി അത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൽ ഇത്തിരി വെള്ളമുള്ളത് അങ്ങോട്ട് വറ്റി പോയിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. ഇനി നമുക്ക് ദമ്മടിക്കാനുള്ള ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. എന്നിട്ട് നമ്മുടെ ആ വഴറ്റി വെച്ചേക്കുന്ന സവാള പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അടിയിലൊന്ന് നിരച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മീൻ എടുത്തിട്ട് ഇനി നമ്മുടെ ഫ്ലെയിം കൂടെ ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി, കാരണം അടിയിലൊരു ചൂട് കിട്ടാൻ വേണ്ടി മാത്രം. അതുകൊണ്ട് മീൻ നമുക്ക് അതിൽ കൊള്ളാവുന്ന അടിയിൽ 2-3 എണ്ണം വയ്ക്കുക. ഇനി നമുക്ക് വേവിച്ച് നമ്മുടെ റൈസ് എടുത്തിട്ട് ഒരു ലെയർ, അതായത് 2 ലെയറായിട്ട് നമുക്ക് ഇടാം. അപ്പോൾ ആദ്യം ഒരു ലെയർ ഇട്ട് കൊടുക്കാം ഫുള്ളായിട്ട്. മൊത്തം ഒരു 3 ലെയർ ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു ലെയർ ഇട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ബാക്കിയുള്ള മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയും കൂടി ഇടാം. അപ്പോൾ അതും കൂടി ഫുൾ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മീനുകളും വറുത്ത് വെച്ചേക്കണ മീനും ഫുള്ളായിട്ട് നമുക്ക് നിരത്താം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള റൈസ് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിടാം. അപ്പോൾ ഒരു 3 ലെയറിൽ 2 ലെയർ ഫിഷ് അടിയിൽ ഇരുന്നോളും, അതിൻ്റെ മുകളിൽ റൈസും കൂടി ഇരിക്കും. എന്നിട്ട് നമുക്ക് മുകളിൽ നമ്മുടെ ഗാർണിഷിങ് ഐറ്റംസ് ഇട്ട് കൊടുക്കാം. ഈ 2ാമത്തെ ലെയറിൽ ഈ മീനും കൂടി ഫുള്ളായിട്ട് വയ്ക്കാം. ഇത് ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ മീനൊക്കെ അടിയിൽ പോയേക്കണം. അപ്പോൾ ബാക്കിയുള്ള ചെറിയ പീസുകളൊക്കെ ഇവിടെ ഫുള്ളായിട്ട് കൊണ്ടോളും. എണ്ണ ഒരു ഇത്തിരി മുകളിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആ ഒരു ടേസ്റ്റ് വറുത്ത എണ്ണയുടെ നെയ്യും എല്ലാം കൂടി ഉള്ളതാണ്. അപ്പോൾ ഇത്തിരി ഒഴിച്ചാൽ നല്ലതാണത്. ഇനി എല്ലാവരും കൂടി ഇനിയുള്ള ആ റൈസ് നമുക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫുൾ റൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ലെവലാക്കിയതിന് ശേഷം നല്ല ഫിനിഷിങ് ആക്കിയിടാം. ഇത് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടി ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തേക്കുന്നതാണ്. അധികം ഒഴിക്കണ്ട, കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാൻ നമ്മൾ, കൂടുതൽ വെള്ളമാണ് അതിൽ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ശരിക്കും കളറിന് വേണ്ടിയിട്ട് നിർത്തേക്കുന്നതാണ്, പിന്നെ ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കിസ്മസും കാഷ്യൂനട്ടും സവാളയും കൂടി മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ദമ്മിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടി തീർന്നു പോയായിരുന്നു, മേടിക്കാൻ വിട്ടും പോയി. അപ്പോൾ ഇത്തിരി ഗോതമ്പൊടിയും പകുതി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മൈദയും ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു ഇതാണിത്. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് ചുറ്റിയതിന് ശേഷം മുകളിലങ്ങോട്ട് ഫുള്ള് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണത് അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. അപ്പോൾ ഫുള്ള് തേച്ച് കഴിഞ്ഞു. ഇനി അടപ്പ് വെച്ചു, നടുക്കൊരു ഹോളുണ്ട്, നമുക്ക് അവിടെയും കൂടി ഇത്തിരി മൈദ അങ്ങോട്ട് വെച്ച് അടയ്ക്കണം, ഒട്ടും എയർ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണത്. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലാണ് കനലിട്ടിട്ട് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ ഈ കനലും കൂടി ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി പണി കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ്
സെർവ് ചെയ്യാൻ പാത്രം റെഡി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കനലെടുത്ത് മാറ്റാം. ഇപ്പോൾ സൈഡിലുള്ള മൈദയൊക്കെ ശരിക്കും ഉണങ്ങി സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് പൊളിക്കാതെ കൈ കൊള്ളാണ്ട് സൂക്ഷിച്ചെടുക്കണം. അത് പൊളിഞ്ഞങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമുണ്ടോ. ഇനിയും മൊത്തം ആ മൈദയും ഉള്ളതൊക്കെ എടുത്ത് ഇളക്കി മാറ്റുക സൈഡിൽ നിന്നുള്ള. അതിലേക്ക് ചോറിലേക്ക് ചാടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലേക്ക് ചോറ് ഒരു സൈഡിലേക്ക് കുറച്ച് മുകളിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ആ ഫിഷ് പൊട്ടാണ്ട് മാക്സിമം നീറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഏറ്റവും മുകളിലത്തെ ലെയർ സൈഡിലോട്ട് പയ്യെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഓരോ ഫിഷായിട്ട് ശ്രദ്ധിച്ച് എടുത്ത് മാറ്റാം. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗി കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും പൊട്ടാത്ത രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ടെങ്കിലായിരിക്കും അത് ഓരോരുത്തർക്ക് സെർവ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് ഫസ്റ്റ് ലെയറിൽ ഇത് കിട്ടി. നമ്മൾ ലാസ്റ്റ് ലെയറിൽ വെച്ചിരുന്ന ഏറ്റവും അടിയിൽ വെച്ചിരുന്ന ലെയറിൽ നിന്നും കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ കുറേ അതുമൊക്കെ കിട്ടിയിട്ടുണ്ട്. 1-2 പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള റൈസ് നമുക്ക് ആ മസാലയൊക്കെ കൂടി അങ്ങോട്ട് മൊത്തമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് കളറ് വൈറ്റ് റൈസ് അധികം മിക്സ് ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ട് ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാൻ മൊത്തമായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറച്ച് റൈസല്ലേ ഉള്ളൂ, നമുക്ക് കഴിക്കാനല്ലേ. അപ്പോൾ നമ്മുടെ കുക്കിങ്ങൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ ഏറെക്കുറെ നമ്മളിത് ഫിനിഷ് ചെയ്യാറായി. ആവശ്യതയല്ലടാ സംഭവം. ടേസ്റ്റ് കാരണം നമ്മളങ്ങനെ ഇരുന്ന് കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇട്ട് തന്നെ സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഫിഷാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ്. സംഭവം നെയ്മീൻ ആണ് രാജാവെങ്കിലും ഞാൻ സംശയിച്ചാണ് മേടിച്ചത്. പക്ഷേ അടിപൊളി അല്ലേ, നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ സംഭവത്തിലുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. മാക്സിമം ഷെയർ ചെയ്ത് കൂട്ടുകാരിലോട്ടൊക്കെ എന്തായാലും ഒന്ന് എത്തിക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളും ഒക്കെ റെസിപ്പികളും യാത്രകളും അങ്ങനെയുള്ള പല കണ്ടുപിടുത്തങ്ങളും ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ അതുവരെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടാവണം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.